രവീന്ദ്രനാഥിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശം അഭിപ്രായം ആർക്കും ഉണ്ടാവുകയില്ല. കാരണം സൗമ്യനായ ഒരാളാണ്. അഴിമതിയോ അങ്ങനെ ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിനൊരു ഈ അധികാരത്തിന്റെ ഒരു കൊതിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ് സി രവീന്ദ്രനാഥ്. പക്ഷേ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത് അദ്ദേഹം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ അതിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നയാളാണ്. അതുകൊണ്ട് ബെന്നി ബെഹനാനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല. അത് മാത്രമല്ല, ടോം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്കമാലിയിൽ നിന്നുകൊണ്ട് ടോം പറയുകയാണ് അങ്കമാലിയുടെ പ്രാധാന്യം. ആ അങ്കമാലിയുടെ പ്രാധാന്യം ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലുണ്ട്. അവിടെ ഒരു ഇടതുവിരുദ്ധത ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി. ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ എന്തായാലും ബെന്നി ശ്രമിക്കും. ബെന്നിക്ക് അത് സാധിക്കുമെന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ മറ്റൊരു കാര്യമാണ് ഈ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. ടോം ഈ പല സർവേകളും വന്നിട്ടുണ്ടല്ലോ, അതിലൊക്കെ ക്ലിയർ വിൻ എന്നുള്ള രീതിയിൽ ചാലക്കുടി വന്നിട്ടില്ലല്ലോ. അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ചതുഷ്കോണ മത്സരം എന്ന രീതിയിൽ നടക്കുന്നതുകൊണ്ട്, ചതുഷ്കോണ മത്സരം എന്ന് പറയുകയല്ല, 4 സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ട് ക്ലിയർ വിൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ സർവേകളിലും വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായും ഈ സർവേകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം തന്നെയാണ് ഈ മണ്ഡലത്തെ പ്രവചനാതീതമാക്കുന്നത്. അതായത് നമ്മൾ പറയുന്നുണ്ട് സി രവീന്ദ്രനാഥിന് അനുകൂലമായിട്ടുള്ള ചില മേഖലകളിൽ, തൃശൂർ ഉൾപ്പെടുന്ന മേഖലകളിൽ ഒരു സാഹചര്യം ഉണ്ടെന്ന്, പ്രത്യേകിച്ചും കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടിയിൽ. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BDJ സ്ഥാനാർത്ഥി KM ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യമാണ്. കാരണം അത് BJPയുടെ വോട്ടുകൾ അവിടെ വീടില്ലെങ്കിൽ പോലും ഈഴവ വോട്ടുകൾ, അതായത് കൊടുങ്ങല്ലൂർ, കയ്പമംഗലം ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ അത് ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള 2 നിയോജക മണ്ഡലങ്ങളാണ്. അവിടുത്തെ വോട്ടുകൾ ഉണ്ണികൃഷ്ണൻ നേടുകയാണെങ്കിൽ, അതായത് NDA കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിക്ക്, BDJ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ സി രവീന്ദ്രനാഥിന് തിരിച്ചടി ഉണ്ടാകാം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ 2 മണ്ഡലങ്ങളിലും 20,000-ലധികം ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം വിജയിച്ച 2 മണ്ഡലങ്ങളാണ്. അവിടുത്തെ ഒരു ഈഴവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ NDAക്ക് കഴിയുകയാണെങ്കിൽ അതൊരു പക്ഷേ തിരിച്ചടിയാവുക ഇടതുപക്ഷത്തിന് തന്നെയാണ്. മറുവശത്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2020 UDF വോട്ടുകളിലായിരിക്കും വിള്ളൽ വീഴ്ത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് UDFനും ബെന്നി ബെഹനാനും തിരിച്ചടി ഉണ്ടാകാം. പക്ഷേ ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നമ്മൾ നേരത്തെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു അങ്കമാലി, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഉൾപ്പെടുന്ന പ്രദേശം മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിന്റെ അധികാരായിരുന്ന പനമ്പള്ളി ഗോവിന്ദ മേനോനെയും അതോടൊപ്പം K കരുണാകരനെയും ഒക്കെ ലോക്സഭയിൽ എത്തിച്ചൊരു മണ്ഡലം. അങ്ങനെ വലിയ UDFന്റെ വലിയ ഉറച്ച കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മുകുന്ദപുരമാണ് പിന്നീട് 2009 ചാലക്കുടിയായത്. ഈ ചാലക്കുടി, അതായത് മുകുന്ദപുരത്തിൽ നിന്നും ചാലക്കുടിയിലെ മണ്ഡലത്തിലേക്ക് മാറുമ്പോഴും UDFന് ഒരു അപ്രമാദിത്വം കൂടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം UDFന്റെ സ്വാധീന മേഖലകളാണ് കൂടുതലും, നേരത്തെ മുകുന്ദപുരത്തേക്കാൾ കൂടുതൽ സ്വാധീന മേഖലകളാണ് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതായത് എറണാകുളം ജില്ലയിലെ UDFന്റെ ഉറച്ച കോട്ടകളായിട്ടുള്ള കുന്നത്തുനാട്, അതോടൊപ്പം ഈ ആലുവ, ഈ 2 മണ്ഡലങ്ങളും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുന്നു. നേരത്തെ മുകുന്ദപുരമായിരുന്ന സമയത്ത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും അങ്കമാലിയിലും മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ പിന്നീട് ഈ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ഈ ആലുവയും കുന്നത്തുനാടും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ UDFന് ഒരു സ്വാധീന മേഖലയായി ഇത് മാറിയത് തന്നെ പറയേണ്ടി വരും. പക്ഷെ അവിടെയും NDAയുടെയും 2020യുടെയും വോട്ടുകൾ ആർക്ക് പോകും എന്നതിനനുസരിച്ചായിരിക്കും. ഒരു കാര്യം കൂടി ടോം, നമ്മൾ അവസാനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ, അത് നമുക്ക് പലയിടത്തും കൃത്യമായിട്ട് അറിയാം എന്തെല്ലാം വന്നു എന്നുള്ളത്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്രചാരണ വിഷയം, ഒരു പ്രചാരണ അജണ്ട അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പലതും മാറി മറിഞ്ഞു വന്നു. ഭരണവിരുദ്ധ വികാരം നേരത്തെ പറഞ്ഞ വികാരമുണ്ട്. മാത്രമല്ല ടോം, ഇവിടെ ഈ മണ്ഡലങ്ങളുടെ സ്വഭാവം, ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമാണല്ലോ. ടോം പറഞ്ഞ ഈ ആലുവയിലും കുന്നത്തുനാട്ടിലും ഈ CAA വേണമെങ്കിൽ വലിയ വിഷയമാക്കി മാറ്റിയെടുക്കാം, അതിനും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അതേ വിഷയമല്ലല്ലോ പലത് സംസാരിക്കുന്ന, പലത് പ്രചാരണ വിഷയമാകുന്ന ഒരു ലോക്സഭാ മണ്ഡലം. ഒരു കൃത്യമായ അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രചാരണത്തിൽ കൃത്യമായിട്ട് ഇത് വിവിധ വിഷയങ്ങൾ പ്രതിഫലിക്കുകയാണല്ലോ. ഈ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചെന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ. തീർച്ചയായും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ CAA ചില മേഖലകളില്, മുസ്ലിം മേഖലകളില് ചർച്ചയാകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയത്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി
ഇവിടുത്തെ സ്ത്രീ വോട്ടർമാരിൽ വലിയ രീതിയിൽ അണക്കമുണ്ടാക്കാൻ കഴിഞ്ഞു, UDF അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയുണ്ട്. മുസ്ലിം CAA വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവനയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അതായത് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എറണാകുളം ജില്ലയിലെ മുസ്ലിം വിഭാഗം പൊതുവെ UDF അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ CAA വിഷയം അത് UDF അനുകൂലമാകും, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് UDF അനുകൂലമാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ വോട്ട് സാധാരണ നമുക്കറിയാം ഈ ചങ്ങനാശ്ശേരിയിലെയും അതോടൊപ്പം ഈ കുടിയേറ്റ മേഖലയിലെയും വടക്കൻ കേരളത്തിലെയും ഒക്കെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു സ്വഭാവമല്ല, അവർ ചിന്തിക്കുന്ന രീതിയിലല്ല ഈ എറണാകുളത്തെ ക്രൈസ്തവ വിഭാഗം സീറോ മലബാർ വിശ്വാസികൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലം. ചാലക്കുടി, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശം. ഇവിടെ സാധാരണ മണിപ്പൂർ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് കേരള സ്റ്റോറി മറ്റ് പല രൂപതകളിലും പ്രദർശിച്ചപ്പോൾ ഇവിടെ മണിപ്പൂർ വിഷയമായിരുന്നു ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കിടയിൽ ഒരു BJP വിരുദ്ധതയുണ്ട്, കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. അവിടെയാണ് അവർ BJP വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ ഇവിടെ വിജയിക്കാതിരിക്കാൻ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന ക്യാമ്പയിൻ. എന്തായാലും ഒരു പൊതുവെ പറയുന്നത് പോലെ ഒരു UDF അനുകൂല ഒരു സമീപനമുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി. പക്ഷെ അത് മറ്റു കാര്യമുണ്ട്. 2014 KP ധനപാലനായിരുന്നു ചാലക്കുടിയിൽ മത്സരിച്ചത് എങ്കിൽ അവിടെ ഇന്നസെന്റ് വിജയിക്കില്ലായിരുന്നു എന്നുള്ള വിലയിരുത്തൽ അന്ന് മുതലുള്ളതാണ്. PC ചാക്കോയുടെ ആ വാശിയാണ് രണ്ട് മണ്ഡലങ്ങൾ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെ. ഏതായാലും ഇനി സ്ഥാനാർത്ഥിയിലാണ് കൂടുതൽ പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ചതുഷ്കോണ മത്സരം അല്ലെങ്കിൽ പോലും ആ ഒരു പോരാട്ടം അവിടെ ഉണ്ട് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഏത് തരത്തിൽ